ഏറ്റവും എളുപ്പമുള്ള മാർഗം അത് തന്നെയാണ്. ഇവിടേക്ക് വാട്സാപ്പിൽ തന്നെ ഒരു ഗ്രൂപ്പ് കോളൊക്കെ വെച്ച് വൈകുന്നേരം 8 മണിക്ക് 9 ശേഷം മതി ഒരു ഗ്രൂപ്പ് വീഡിയോ കോളൊക്കെ നടത്തുവാണെങ്കിൽ ഇത് ആക്റ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുന്നു. കേരള കോൺഗ്രസ് പാർട്ടിയുടെ ശക്തമായ ഒരു സെഗ്മെന്റ് വളർന്നു വരുവാൻ കേരള കലാ സാംസ്കാരിക വേദിക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. വളരെ നാളുകളായി നമ്മുടെ സംസ്ഥാന ക്യാമ്പിൽ എടുത്ത ഒരു സുപ്രധാനമായ തീരുമാനമാണ് നമ്മുടെ ഒരു കലാ സാംസ്കാരിക വേദി. അതില് ക്യാമ്പിൽ തന്നെ അജി കെ ജോസിനെ അതിന്റെ ചെയർമാനായിട്ട് സംസ്ഥാന കൺവീനറായിട്ട് ചുമതലപ്പെടുത്തി ബഹുമാനായ പാർട്ടി ചെയർമാൻ പി ജെ ജോസഫ് സാറ്. അജി വളരെ നാളുകളായിട്ട് നമ്മുടെ നേതാക്കന്മാരോട് എന്ന് കൂടണം എന്ന് ചോദിച്ച് വളരെ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ഇപ്പോഴാണ് നമുക്കൊരു പ്രാഥമികമായിട്ടുള്ള ഒരു ആലോചനയും അതുപോലെ തന്നെ ഒരു മീറ്റിംഗ് നമുക്ക് നടത്താനായിട്ട് സാധിച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള കോൺഗ്രസ് പാർട്ടിയുടെ വിവിധ മേഖലകളിൽ യുവജന, വനിത, വിദ്യാർത്ഥി, അഭിഭാഷക, അതുപോലെ തന്നെ വർക്കേഴ്സിന്റെ ഒക്കെ സംഘടനകൾ നമുക്കുണ്ട്. നമുക്കൊരു സാംസ്കാരിക തലത്തിൽ അജിക്ക് അത് 100% ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കും. കലാ സാംസ്കാരിക രംഗത്ത് അജി കെ ജോസിന്റെ കഴിവ് നമുക്ക് മറ്റ് പല മേഖലകളിൽ കൂടി നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്. പാർട്ടിയിൽ ഉത്തരവാദപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന അജി ഇങ്ങനെ ഒരു സാംസ്കാരിക വേദി നമ്മുടെ സംസ്ഥാന തലത്തിൽ കൊണ്ടുവരുമ്പോൾ അതിനകത്ത് പാർട്ടിയിലേക്ക് കൂടുതൽ നവോത്ഥാന നായകന്മാരെയും കലാകാരന്മാരെയും അതുപോലെ സാഹിത്യ രംഗത്തുമൊക്കെ നിൽക്കുന്ന ആളുകളെയും അവരുടെ സേവനം കൂടുതലായി പാർട്ടിക്ക് ലഭ്യമാകുന്ന മാക്കത്തക രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകണം. അതിലൂടെ പാർട്ടിക്ക് പുതിയൊരു മേഖല തന്നെ തുറന്ന് പാർട്ടി നേതാക്കന്മാരുമായി അല്ലെങ്കിൽ പാർട്ടിക്ക് ജനങ്ങളുമായി ഏറ്റവും എളുപ്പം ഇടപെടാൻ പറ്റുന്ന ഒരു രംഗമാക്കി ഇതിനെ മാറ്റിയെടുക്കുവാനായിട്ട് കഴിയട്ടെ.